തിരുവനന്തപുരം വിമാനത്താവളത്തിലുള്ള എയർബസ് 400 തിരികെ മടങ്ങുന്നു. അറ്റകുറ്റപ്പണി നടത്തുന്ന സംഘത്തെ എത്തിച്ച വിമാനമാണ് മടങ്ങുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി എയർബസ് 400 ഉണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ തിരികെ മടങ്ങുന്നത്. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖറാണ് ചേരുന്നത്. ചന്തു, വിശദാംശങ്ങൾ നൽകാം. ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35B അതിന്റെ അറ്റകുറ്റപ്പണികൾക്കായി എത്തിയ വിമാനമാണ് ഇപ്പോൾ തിരിച്ചു പോകുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് വിദഗ്ധ സംഘവുമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച എയർബസ് 400 വിമാനമാണ്. അറ്റകുറ്റപ്പണികൾക്കായി സംഘത്തെ എത്തിച്ച വിമാനമാണ് ഇപ്പോൾ മടങ്ങുന്നത് എന്നുള്ളതാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസമായി ബ്രിട്ടീഷ് എയർലൈൻസിന്റെ വിമാനം ഉണ്ടായിരുന്നു. അതിന്റെ കേടുപാട് പരിഹരിക്കാനായി അറ്റകുറ്റപ്പണി നടത്താനായി എത്തിയ സംഘത്തെ കൊണ്ടുവന്ന വിമാനമാണ് ഇപ്പോൾ തിരികെ മടങ്ങുന്നത്. ചന്തു, തുടരാം. ഇന്ന് ഉച്ചയോടുകൂടിയാണ് 17 അംഗ വിദഗ്ധ സംഘവുമായി അറ്റ്ലസ് എന്ന വിമാനം, അറ്റ്ലസ് ZM-417 എന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. ആ വിമാനമാണ് ഇപ്പോൾ മടങ്ങുന്നത്. 14 അംഗ വിദഗ്ധ സംഘത്തെ ഇവിടെ ഈ അറ്റകുറ്റപ്പണികൾക്കായി F-35B എന്ന യുദ്ധവിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി നിയോഗിച്ചതിന് ശേഷം ഇത് തിരികെ മടങ്ങുകയാണ്. 4 മണിവരെ ഈ വിമാനത്താവളത്തിൽ തുടരാനുള്ള അനുമതിയാണ് ഈ യുദ്ധവിമാനത്തിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അനുമതി കഴിയുന്ന സാഹചര്യത്തിലാണ് മടങ്ങുന്നത്. എന്തായാലും ഈ വിദഗ്ധ സംഘം F-35 നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘമാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് തുടരുന്നത്. അവർ ഇതിന്റെ യന്ത്രത്തകരാർ പരിഹരിക്കാൻ കഴിയുമോ എന്ന കാര്യം പരിശോധിക്കും. എന്തായാലും നിലവിൽ ഈ യുദ്ധവിമാനം എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഹാങ്ങറിൽ വെച്ചായിരിക്കും വിദഗ്ധമായി ഇതിനെ പരിശോധിക്കുക. അതിനുശേഷം ഇത് യന്ത്രത്തകരാർ പരിഹരിക്കാൻ കഴിയുകയാണെങ്കിൽ ഇവിടെ നിന്നും കൊണ്ടുപോകും. അല്ലെങ്കിൽ അത് പരിഹരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ ഇതിന്റെ ഇരുവശത്തുമുള്ള ലീഫുകൾ ഇളക്കി മാറ്റിയതിനു ശേഷം മറ്റൊരു വലിയ വിമാനം എത്തിച്ചൊരു ചരക്ക് വിമാനം എത്തിച്ച് അതിൽ കൊണ്ടുപോകുന്നതിനുള്ള ഒരു ശ്രമമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ ഈ യുദ്ധവിമാനം വന്നതിന് ശേഷം ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി വ്യക്തമാക്കിയിരുന്നു. ഈ കാര്യങ്ങൾ പരിശോധിച്ച് അതിൽ ഒരു തീരുമാനം ഉടൻ തന്നെ എടുക്കുമെന്നാണ് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ വിദഗ്ധ സംഘം പരിശോധിച്ച് എന്ത് പ്രശ്നമാണ് നിലവിൽ ഈ യുദ്ധവിമാനത്തിനുള്ളതെന്ന് കണ്ടെത്തും. അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല എങ്കിലായിരിക്കും ഈ കൂറ്റൻ ചരക്ക് വിമാനം എത്തുക. അതിൽ ഇതിനെ മടക്കി കൊണ്ടുപോകുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. തകരാർ കാരണം 3 ആഴ്ചയോളമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ F-35B ബ്രിട്ടീഷ് യുദ്ധവിമാനം കിടക്കുന്നത്. അതിന് അറ്റകുറ്റപ്പണിക്കായി എത്തിയ ബ്രിട്ടീഷ് സംഘത്തെ എത്തിച്ച ബ്രിട്ടീഷ് വ്യോമസേനയുടെ എയർബസ് 400 വിമാനമാണ് ഇപ്പോൾ തിരികെ മടങ്ങുന്നത് എന്നുള്ളതാണ്. അറ്റകുറ്റപ്പണി നടത്തുന്ന സംഘത്തെ ഇവിടെ ആക്കിയതിനു ശേഷമാണിപ്പോൾ ഈ വലിയ വിമാനം മടങ്ങുന്നത്. ചന്തു, എന്തായാലും 3 ആഴ്ചയോളമായി ഇത്തരത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ F-35 ബ്രിട്ടീഷ് യുദ്ധവിമാനം തുടരുകയാണ്. അതിന്റെ പ്രശ്നങ്ങൾ എന്താണ് എന്നിപ്പോൾ എത്തിയ വിദഗ്ധ സംഘത്തിന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണോ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അങ്ങനെ തന്നെയാണ്. നേരത്തെ ഈ കഴിഞ്ഞ 14-നാണ് അറബിക്കടലിലെ സൈനിക അഭ്യാസത്തിന് എത്തിയ HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന യുദ്ധക്കപ്പലിൽ നിന്നും F-35B എന്ന ബ്രിട്ടീഷ് വ്യോമസേനയുടെ യുദ്ധവിമാനം പറന്നുയർന്നത്. മോശം കാലാവസ്ഥയും അതുമാത്രമല്ല ഇന്ധനം തീർന്നതിനും തുടർന്നാണ് ഒരു അടിയന്തര ലാൻഡിംഗ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നടത്തിയത്. അന്നു മുതൽ ഇതിന്റെ തിരിച്ചു കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. പക്ഷേ ഇതിന്റെ യന്ത്ര തകരാർ അത് തിരികെ കൊണ്ടുപോകുന്നതിന് വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ ഒരു വിദഗ്ധ സംഘം എത്തി പരിശോധന നടത്തി. പക്ഷേ ആ പരിശോധനയിൽ അവർക്ക് കൃത്യമായി ഇത് സംബന്ധിച്ച് പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ F-35Bയുടെ നിർമ്മാതാക്കൾ ഉൾപ്പെടെ അടങ്ങുന്ന ഒരു വിദഗ്ധ സംഘം വീണ്ടും തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത്. 17 അംഗ സംഘമാണ് ഈ ടീമിലുള്ളത്. ഇവർ കൃത്യമായി തന്നെ ഇത് പരിശോധിക്കും. നേരത്തെ എയർ ഇന്ത്യയുടെ ഹാങ്ങറിൽ വെച്ചാണ് സാധാരണ ഈ വിമാനങ്ങൾ റിപ്പയർ ചെയ്യുകയും മറ്റും ഒക്കെ ചെയ്യുന്നത്. അവിടേക്ക് മാറ്റാൻ എയർ ഇന്ത്യ പെർമിഷൻ കൊടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടേക്ക് മാറ്റാൻ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനും
സമ്മതം അറിയിച്ചിരുന്നു. പക്ഷേ ഈ വിദഗ്ധ സംഘം എത്തിയാൽ മാത്രമേ ഇത് ഹാങ്ങറിലേക്ക് മാറ്റാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്തായാലും ഈ വിദഗ്ധ സംഘം എത്തി ഇപ്പോൾ വിമാനം എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ വെച്ച് വിദഗ്ധമായി തന്നെ പരിശോധിക്കും. ഈ പരിശോധനകൾക്ക് ശേഷമാണ് ഇത് കൊണ്ടുപോകാൻ കഴിയുമോ, അതായത് പറത്തി കൊണ്ടുപോകാൻ കഴിയുമോ എന്ന സാഹചര്യം പരിശോധിക്കുക. അങ്ങനെ അല്ല എങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കൂറ്റൻ ചരക്ക് വിമാനം തന്നെ കൊണ്ടുവന്ന് ഈ F-35Bയെ ചിറകുകൾ മാറ്റിയതിനു ശേഷം വിപ്പ് ഇളക്കി മാറ്റിയതിനു ശേഷം കൊണ്ടുപോകുന്നതിനുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്തായാലും ഇത് ബ്രിട്ടീഷ് പാർലമെന്റിലടക്കം ഈ വിമാനം ഇവിടെ തുടരുന്നത് ചർച്ചയായിട്ടുണ്ട്. മാത്രമല്ല വലിയ തരത്തിലുള്ള ട്രോളുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിരുന്നു. കേരള ടൂറിസത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ അത്തരത്തിൽ ഉള്ള ട്രോളും ഒക്കെ വന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് കൊണ്ടുപോകുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പ്രശ്നം കൂടിയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിദഗ്ധ സംഘം പരിശോധിച്ച് ഇതിൽ എന്താണ് പ്രശ്നമെന്ന് കൃത്യമായി കണ്ടുപിടിക്കും. അല്ല എങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചിറകുകൾ മാറ്റിയതിനു ശേഷം കൂറ്റൻ വിമാനത്തിൽ കൊണ്ടുപോകുന്നതിനാണ് ശ്രമിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയ ബ്രിട്ടീഷ് വ്യോമസേനയുടെ എയർബസ് 400 ആണ് ഇപ്പോൾ തിരികെ മടങ്ങുന്നത്. അറ്റകുറ്റപ്പണി നടത്തുന്ന സംഘത്തെ എത്തിച്ച വിമാനമാണ് മടങ്ങുന്നത് എന്നുള്ളതാണ്. തകരാർ കാരണം കഴിഞ്ഞ 3 ആഴ്ചയോളമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തുടരുകയാണ് F-35B എന്ന ബ്രിട്ടീഷ് യുദ്ധവിമാനം. ഇതിന്റെ അറ്റകുറ്റപ്പണിക്കായിട്ടാണ് ഇപ്പോൾ ബ്രിട്ടീഷ് സംഘം എത്തിയിരിക്കുന്നത്. ബ്രിട്ടീഷ് വ്യോമസേനയുടെ എയർബസ് A400 വിമാനത്തിലാണ് സംഘം എത്തിയത്. വിമാനത്തിന്റെ തകരാർ പരിഹരിക്കുന്നതിനായിട്ടാണ് ഇപ്പോൾ സംഘം എത്തിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ എയർബസ് വിമാനം തിരികെ പോയിരിക്കുകയുമാണ്. വലിയ കൂറ്റൻ വിമാനമാണ് എത്തിയത് ഈ സംഘവുമായി എന്നുള്ളതാണ്. നിലവിൽ തുടരുന്ന സംഘം യുദ്ധവിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ സാധിച്ചില്ലെങ്കിൽ ഇത്തരത്തിൽ ചിറകുകൾ മാറ്റി വിമാനം മറ്റൊരു ചരക്ക് വിമാനത്തിൽ തിരികെ എത്തിക്കാനാണ് തീരുമാനം. ഇപ്പോൾ ആ വിമാനം പോകുന്നതിന്റെ തത്സമയ ദൃശ്യമാണ്. എയർബസ് A400 വിമാനം തിരികെ പോകുന്നതിന്റെ തത്സമയ ദൃശ്യമാണ് കാണുന്നത്. അസാധാരണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ്. ബ്രിട്ടീഷ് വ്യോമസേനയുടെ യുദ്ധവിമാനമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. തകരാർ പരിഹരിക്കുന്നതിനായുള്ള സംഘത്തെ വഹിച്ചുകൊണ്ടാണ്, വിദഗ്ധ സംഘത്തെ വഹിച്ചുകൊണ്ടാണ് വിമാനം എത്തിയത്. ഇന്ന് തന്നെ തിരികെ എയർബസ് വിമാനം മടങ്ങുകയാണ്. ആ കാഴ്ചയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുമുള്ള തത്സമയ ദൃശ്യം തന്നെയാണ് കാണുന്നത്. യുദ്ധവിമാനം കഴിഞ്ഞ 3 ആഴ്ചയോളമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ F-35B എന്ന യുദ്ധവിമാനമാണ് തകരാർ മൂലം അവിടെ കിടക്കുന്നത്. വലിയ തരത്തിൽ ചർച്ചയും വിവാദവും ട്രോൾ അടക്കം ആയ ഒരു കാര്യമാണിത്. അതാണ് ആ വിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ബ്രിട്ടീഷ് വ്യോമസേനയുടെ തന്നെ കൂറ്റൻ വിമാനമായ A400 എയർബസ് A400 എത്തിയത്. അതിൽ വിദഗ്ധ സംഘത്തെ വിമാനത്താവളത്തിൽ എത്തിച്ചതിന് ശേഷം ഇപ്പോൾ ആ വിമാനം മടങ്ങുന്ന കാഴ്ച, കൂറ്റൻ വിമാനം മടങ്ങുന്ന, യുദ്ധവിമാനം മടങ്ങുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ്. അസാധാരണമായിട്ടുള്ള കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ബ്രിട്ടീഷ് വ്യോമസേനയുടെ ഒരു യുദ്ധവിമാനം ഇവിടേക്ക് എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ആളുകളെ, വിദഗ്ധ സംഘത്തെ വഹിച്ചുകൊണ്ട് ഇനി ഇവിടെ എത്തിയ ആളുകൾ യുദ്ധവിമാനത്തിന്റെ തകരാർ പരിഹരിക്കാനായി ശ്രമിക്കും. അത് സാധിച്ചില്ലെങ്കിൽ വിമാനം പൊളിച്ചുകൊണ്ട് തിരികെ പോകാൻ തന്നെയാണ് തീരുമാനം. ചിറകുകൾ പൊളിച്ച് മറ്റൊരു വലിയ ചരക്ക് വിമാനം ഇവിടേക്ക് എത്തി ആ വിമാനത്തിലേക്ക് ഈ തകരാറിലായ വിമാനം കയറ്റി അത് വഹിച്ചുകൊണ്ട് തിരികെ ബ്രിട്ടനിലേക്ക് മടങ്ങാൻ തന്നെയാണ് നീക്കം. ഇക്കഴിഞ്ഞ ജൂൺ 14 ബ്രിട്ടന്റെ F-35 യുദ്ധവിമാനം ഇന്ധനം തീർന്നതിനെ തുടർന്ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സാങ്കേതിക തകരാർ കണ്ടെത്തിയത്. തിരികെ പറക്കാൻ കഴിയാത്ത തകരാറുണ്ട് വിമാനത്തിന് എന്നുള്ളത് കണ്ടെത്തിയത്. അതിനു പിന്നാലെ വലിയ തരത്തിൽ വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഇതിനെതിരെ ഉയരുകയും ചെയ്തിരുന്നു. അത് ഹാസ്യാത്മകമായി തന്നെ പലപ്പോഴും ട്രോളുകൾ പോലെ തന്നെ ചിത്രീകരിക്കുകയും ചെയ്തു. അറബിക്കടലിലെ സൈനികാഭ്യാസത്തിനായിരുന്നു F-35 വിമാനം തിരുവനന്തപുരത്തേക്ക് എത്തിയത് എന്നുള്ളതാണ്. വിമാനവാഹിനി കപ്പലിൽ നിന്നാണ് ഈ വിമാനം പറന്നുയർന്നത്. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ വിമാനത്തിന്റെ ഇന്ധനം തീരുകയും അടിയന്തരമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കുകയുമാണ് ചെയ്തത്. വിദഗ്ധ പരിശോധന നടത്തിയതിൽ വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിനും സ്റ്റാർട്ടിംഗ് സംവിധാനത്തിലും പ്രശ്നം കണ്ടെത്തുകയും ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ 3 ആഴ്ചക്കാലമായി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഈ വിമാനം ഇവിടെ കിടക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഈ വിമാനം കിടക്കുന്നതിന്, അതിനെ സംരക്ഷിക്കുന്നതിന് തിരുവനന്തപുരം വിമാനത്താവള അധികൃതർ ബ്രിട്ടീഷ് വ്യോമസേനാംഗങ്ങളിൽ നിന്നും അതിനുള്ള വാടകയടക്കം വാങ്ങി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്.